വിഷയം മധ്യകാലഘട്ടത്തിലെ ഉപദാനങ്ങൾ, പ്രത്യേകിച്ച് അക്കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഉപദാനങ്ങളെ പറ്റിയിട്ടാണ്. ലിറ്റററി റൈറ്റിംഗ്സ് ഇൻ medieval period, especially the Sultanate period. ഒന്നാം സെമസ്റ്ററിനകത്ത് നമ്മൾ വിശാലമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു ഭാഗമാണല്ലോ ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രഫി എന്നുള്ളത്. ആ ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ ഒരു ചെറിയ അവലോകനമാണ് ഈ ഒരു ലെക്ചറിലൂടെ നമുക്ക് ഉദ്ദേശിക്കുന്നത്. സുൽത്താനത്ത് പീരീഡിനകത്ത് എഴുതപ്പെട്ടിട്ടുള്ള ചരിത്ര ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങൾ മധ്യകാലഘട്ട ചരിത്ര രൂപീകരണത്തിന് എത്രത്തോളം സഹായകമായിരുന്നു എന്നുള്ള ഒരു ലഘു പരിചയം ഈ ഒരു ലെക്ചറിലൂടെ നമുക്ക് നടത്താവുന്നതാണ്. ഇന്നത്തെ ഈ ഒരു ലെക്ചറിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ സുൽത്താനത്ത് പീരീഡിലെ സാഹിത്യ രചനകൾ, ചരിത്രപരമായിട്ടുള്ള സാഹിത്യ രചനകൾ, അതിൽ തന്നെ സമകാലീന ചരിത്രരചനകളും വൈദേശിക ചരിത്രരചനകളും, അതേപോലെ തന്നെ സുൽത്താൻമാരുടെയും നോബൽസിൻ്റെയും ഒക്കെ ഓർമ്മക്കുറിപ്പുകളോ ബയോഗ്രഫികളോ സഞ്ചാര കൃതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് നമ്മൾ ഇന്ന് ഈ ഒരു പേപ്പറിലൂടെ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത്. ആമുഖമായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം, ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രഫി ഈസ് എസെൻഷ്യലി ആൻ ഇസ്ലാമിക് ഹെറിറ്റേജ്. മധ്യകാലഘട്ട ചരിത്രം മുതൽക്ക് നമുക്ക് കാണാവുന്നതാണ്, ഇന്ത്യക്കൊരു കൃത്യമായ ചരിത്രമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ ചരിത്ര രേഖപ്പെടുത്തലുകൾക്ക് ഒരു കൃത്യമായ മാനദണ്ഡം, ഒരു രീതിശാസ്ത്രം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിൽ വലിയ ഒരു റോള് പങ്കുവഹിച്ചിട്ടുള്ളത് ഇസ്ലാമിക ചരിത്രകാരന്മാരാണ് എന്ന്. ഇറ്റ് വേർ ദി ഇസ്ലാമിക് സ്കോളേഴ്സ് and the chroniclers who showed a keen sense of history and wrote detailed accounts of the day-to-day happening and the political upheavals. കൃത്യമായിട്ട് ഓരോ ദിവസത്തെയും ചരിത്ര സംഭവങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അത് രേഖപ്പെടുത്താനുള്ള വലിയ ഒരു ഉദ്യമം ഈ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരുടെ ഭാഗത്തു നിന്ന് നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അക്കാലത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ നേരിട്ട് മനസ്സിലാക്കുകയും അവയെ വിടാണ്ട് രേഖപ്പെടുത്താനുള്ള ശ്രമങ്ങളും ഈ പണ്ഡിത ശ്രേഷ്ഠന്മാരിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. They were men of this world who valued their material possession and strove hard to multiply their worldly gains. ജീവിച്ച പരിസരങ്ങളിൽ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ മഹിമ കണ്ടെത്തിയിരുന്ന ഒരു വിഭാഗമായിരുന്നു അവർ എന്നുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ തങ്ങളുടെ കുലത്തെ പറ്റിയിട്ട്, തങ്ങളുടെ ജീവിത പരിസരങ്ങളുടെ സംവിധാനങ്ങളെ പറ്റിയിട്ടൊക്കെ ലോകത്തോട് വിളിച്ചു പറയാനുള്ള ഒരു വലിയ താല്പര്യം ഈ ചരിത്ര ഗ്രന്ഥകാരന്മാരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ദിസ് ഇൻസ്റ്റിക്ട് ഹെൽപ്ഡ് ദം ഇൻ കീപ്പിംഗ് ട്രാക്ക് ഓഫ് ദ ഈവന്റ് പാസ്റ്റ് ആൻഡ് പ്രസന്റ്. അപ്പോൾ തങ്ങൾ ജീവിച്ച ഒരു കാലഘട്ടത്തെ കൃത്യമായി മനസ്സിലാക്കാൻ, നിരീക്ഷിക്കാൻ, ആ നിരീക്ഷണങ്ങളെ അതേപടി രേഖപ്പെടുത്താനുള്ള അവരുടെ ഈ ഒരു താല്പര്യം, അതേപോലെ തന്നെ തങ്ങളുടെ കുലമഹിമകളെ പറ്റിയിട്ടുള്ളൊരു അന്വേഷണമൊക്കെയാണ് ഇപ്പോൾ ഭൂതകാലത്തെയും അതേപോലെ തന്നെ വർത്തമാനകാലത്തിലെയും സംഭവവികാസങ്ങളെ കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ ഈ പണ്ഡിതന്മാരെ പ്രചോദിപ്പിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചരിത്രകാരന്മാർ മാത്രമല്ല, the Muslim monarchs employed chroniclers, diarists and court historians who maintained profuse records of their activities, very often in systematic and chronological order, though usually exaggerated. ഈ ചരിത്രം ഒരു താല്പര്യത്തിൻ്റെ പേരിൽ എഴുതുന്ന പോലെ തന്നെ ചരിത്രത്തെ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഭരണാധികാരികളുടെ സഹകരണവും പ്രോത്സാഹനവും കിട്ടിയത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഭരണാധികാരികൾ തന്നെ അവരുടെ ദൈനംദിന കാര്യങ്ങളെ രേഖപ്പെടുത്തുന്ന ഡയറികളിലേക്ക്
അതേപോലെ തന്നെ തങ്ങളുടെ കോർട്ടിനകത്ത് നമ്മൾ നടക്കുന്ന സംഭവവികാസങ്ങളെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചരിത്രകാരന്മാരെയൊക്കെ രൂപപ്പെടുത്തി അല്ലെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട് നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് കാണാൻ പറ്റുന്നതാണ്. സോ അങ്ങനെയാണ് ദേ മെയിൻറ്റെയിൻ എ പ്രൊഫ്യൂസ് റെക്കോർഡ് ഓഫ് ദെയർ ആക്ടിവിറ്റീസ്. കൃത്യമായിട്ട് തങ്ങളുടെ കാലഘട്ടത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളെയും രേഖപ്പെടുത്താൻ ഇതിലൂടെ അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കാൻ ഇതിലൂടെ ഭരണാധികാരികളുടെ പ്രോത്സാഹനത്തിന് സാധിച്ചു എന്നുള്ളതാണ്. വെരി ഓഫൺ ഇൻ സിസ്റ്റമാറ്റിക് ആൻഡ് ക്രോണോളജിക്കൽ ഓർഡർ ദ യൂഷ്വലി എക്സാഗ്രേറ്റഡ്. ചില സംഭവവികാസങ്ങൾ പർവ്വതീകരിച്ച് എഴുതപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും, അതല്ലെങ്കിൽ ഒരു മുഖസ്തുതി രൂപേണ എഴുതപ്പെട്ടതൊക്കെ നമുക്ക് കാണാൻ പറ്റുമെങ്കിലും വസ്തുതാപരമായിട്ട് ഒരു അന്വേഷണം നടത്തുകയാണെങ്കിൽ വിശ്വാസയോഗ്യമായിട്ടുള്ള വിവരങ്ങളാണ് ഇത്തരം രചനകളിലൂടെ ഈ പണ്ഡിതന്മാർ മുന്നോട്ട് വെച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പ്രിയ കൂട്ടുകാരെ, ഈ കാലഘട്ടത്തിൽ സ്കോളേഴ്സ് പ്രൊഡ്യൂസ് ബുക്സ്, ധാരാളം പണ്ഡിതന്മാർ ചരിത്ര ബുക്കുകൾ അല്ലെങ്കിൽ രചനകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. And the poets composed masnavis on dynastic, regional and general history of the Islamic world. കവികളായിരുന്നെങ്കിൽ അവർ വലിയ കാവ്യങ്ങളെ തങ്ങളുടെ കുലമഹിമയ്ക്ക് വേണ്ടിയിട്ടും തങ്ങളുടെ ഭരണ സംവിധാനത്തിൻ്റെ മഹിമ വിളിച്ചോതാൻ വേണ്ടിയിട്ടും അതല്ലെങ്കിൽ ഇസ്ലാമിക ലോകത്തിൻ്റെ ചരിത്രം എഴുതുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ രചിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഗദ്യമാണെങ്കിലും പദ്യമാണെങ്കിലും ചരിത്ര സംഭവങ്ങളെ കോർത്തിണക്കുന്നതിൽ അവർ നിതാന്ത ജാഗ്രത പുലർത്തിയതായിട്ട് നമുക്ക് അക്കാലഘട്ടത്തിലെ ഗ്രന്ഥങ്ങളിലൂടെ ഒരു അന്വേഷണം നടത്തുമ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. They were not only for literary fame. ചരിത്രകാരനാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എഴുത്ത് അല്ല അവർ നടത്തിയിരുന്നത്. റിവാർഡ് ഓർ എഡ്യൂക്കേഷൻ ഓഫ് ദെയർ പാട്രൺ, തങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കിട്ടുന്ന നാണയത്തുട്ടുകളോ അതല്ലെങ്കിൽ അതിൻ്റെ പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നില്ല അവർ ഈ ചരിത്രം എഴുതിയിരുന്നത്. ബട്ട് ഓൾസോ ടു സാറ്റിസ്ഫൈ ദെയർ ഇൻ്റലക്ച്വൽ ഹങ്കർ and inner urge for writing their observations and experiences. വൈജ്ഞാനിക മണ്ഡലത്തിലേക്ക് തങ്ങളുടേതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സംഭാവന നൽകണം എന്നുള്ള അവരുടെ ആന്തരികമായിട്ടുള്ളൊരു ചോദനയുടെ ഭാഗമാണ് ഇത്തരം രചനകളിലേക്ക് അവരെ പിടിച്ചുയർത്തിയതെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതല്ലാണ്ട് കിട്ടുന്ന പ്രതിഫലത്തിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ഭരണാധികാരിയുടെ മുന്നിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടോ മാത്രമല്ല അവർ എഴുതിയിരുന്നത്. ചരിത്രം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള അവരുടെ താല്പര്യങ്ങൾ അവരുടെ അജിജ്ഞാസയെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതായിരുന്നു നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡ്യൂറിങ് ദിസ് പീരീഡ് ദ ഹിസ്റ്റോറിയോഗ്രഫി ഫ്ലറിഷ്ഡ് ഇൻ ഓൾ ഓഫ് ഇറ്റ്സ് ഫോംസ്. ഈ ഒരു പീരീഡിനകത്ത്, സുൽത്താനേറ്റ് പീരീഡിനകത്ത് ഹിസ്റ്റോറിയോഗ്രഫി അതിൻ്റെ ഏറ്റവും ഉന്നതിയിൽ എത്തിയതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. ദ ഏജ് പ്രൊഡ്യൂസ്ഡ് എ നമ്പർ ഓഫ് പ്രൊഫഷണൽ ഹിസ്റ്റോറിയൻസ്. ലോകം കണ്ട ഏറ്റവും നല്ല ചരിത്രകാരന്മാരെ ഈ ഒരു സുൽത്താനേറ്റ് പീരീഡ് രൂപം കൊടുത്തത്, നിർമ്മിച്ചെടുത്തത് അല്ലെങ്കിൽ വളർത്തിയത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആൻഡ് ദി ക്രോണിക്ലേഴ്സ് ആൻഡ് മെൻ ഓഫ് ലെറ്റേഴ്സ് ഹു bequeathed to posterity a rich treasure of historical literature. ഈ വൈജ്ഞാനിക മണ്ഡലത്തിലെ ഈ രത്നങ്ങളിലൂടെയാണ് പിന്നീട് മധ്യകാല ഇന്ത്യയുടെ ചരിത്ര സൂക്ഷിപ്പുകളായിട്ടുള്ള വലിയ ഗ്രന്ഥങ്ങൾ ഉടലെടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ഈ കാലഘട്ടത്തിലെ ചരിത്രകാരന്മാരുടെ പ്രവർത്തനങ്ങളുടെ അമൂല്യത എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ കാലഘട്ടത്തിലെ രചനകളുടെ പ്രത്യേകത നമുക്ക് നോക്കുകയാണെങ്കിൽ the earliest literary records of the Muslim chroniclers are found in Arabic. അറബി ഭാഷയിലായിരുന്നു പ്രധാന രചനകളെല്ലാം അക്കാലത്ത് ഉണ്ടായിരുന്നത് എന്നതാണ് ആദ്യഘട്ടത്തിൽ. Within the establishment of in Persia, there took place a revival of Persian nationalism within the Muslim world. ഭാഷ്യ ഭരണകൂടത്തിൻ്റെ സ്വാധീനം കുറയുകയും പിന്നീട് പല പെറ്റി ഡൈനാസ്റ്റീസ് അധികാരത്തിലേക്ക് കടന്നു വരികയും ചെയ്തപ്പോൾ അറബ് ഭാഷയ്ക്കുണ്ടായിരുന്ന പ്രാധാന്യം നഷ്ടപ്പെടുകയും പേർഷ്യൻ പ്രദേശങ്ങളിലൂടെ ഭരണ സംവിധാനങ്ങൾ ഉയർന്നു വരികയും ചെയ്തപ്പോൾ പേർഷ്യനൈസേഷൻ തിയറി അല്ലെങ്കിൽ പേർഷ്യനൈസേഷൻ മോഡിലേക്ക് കാര്യങ്ങൾ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ വിത്ത് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദി ഇസ്ലാം ഇൻ പേർഷ്യ there took place a revival of Persian nationalism within the Muslim world. മുസ്ലിം
ലോകത്തിലെ ഒരു പേഴ്സണൈസേഷൻ സംഭവിക്കുന്നതോടുകൂടെ അബ്ബാസിയ കാലഘട്ടത്തിൽ തന്നെ അത് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അറബ് ഹെർലാൻഡിൽ നിന്ന് ഭരണ സംവിധാനങ്ങൾ മാറി ഏകദേശം ബാഗ്ദാദിലേക്ക് മാറുമ്പോൾ തന്നെ പല രീതിയിലുള്ള മാറ്റങ്ങളും തുടങ്ങുന്നു എന്നുള്ളതാണ്. പിന്നീട് അബ്ബാസിയ കാലഘട്ടത്തിൻ്റെ പതനത്തോടുകൂടെ ഇത് ശക്തമായിട്ട് വരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. മോസ്റ്റ് ഓഫ് ദീസ് ലിറ്റററി റെക്കോർഡ്സ് ആർ ദിസ് ഫൗണ്ട് ഇൻ പേർഷ്യ. അങ്ങനെ ഇന്ത്യയെ പറ്റി എഴുതപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെ അതിൻ്റെ ഭാഷാപരമായിട്ടുള്ള ഒറിജിൻ നോക്കുകയാണെങ്കിൽ പേർഷ്യൻ ഭാഷയിലായിരുന്നു നമുക്ക് കാണാൻ പറ്റുന്നു. ദ സം വർക്ക്സ് ആർ ഇൻ അറബിക്. പരിപൂർണമായിട്ട് ഒരു പേർഷ്യൻ വർക്കല്ല, ചിലത് നമുക്ക് അറബിയിൽ കാണാമെങ്കിൽ അതേപോലെ തന്നെ അതർ ലാംഗ്വേജസ് ലൈക്ക് തുർക്കിഷ് ഹാവ് ഓൾസോ കം ഡൗൺ ടു us. പരിമിതമായിട്ടെങ്കിലും ചില അറബി തുർക്കി ഗ്രന്ഥങ്ങൾ നമുക്ക് ഈ കാലഘട്ടത്തിൽ കണ്ടെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ബഹുഭൂരിപക്ഷം രചനകളും പേർഷ്യൻ ലിറ്റററി വർക്കുകളായിരുന്നു നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ദ ക്രോണിക്ലേഴ്സ് ഓഫ് ഏർലി മിഡീവൽ ഇന്ത്യ വർ മോസ്റ്റ്ലി തുർക്സ് ഓർ അഫ്ഗാൻസ്. ഇങ്ങനെ എഴുതപ്പെട്ട രചനകളിലെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂട്ടേഴ്സൊക്കെ തുർക്കികളോ അഫ്ഗാനികളായിരുന്നു. who are interested primarily in recording the military and political exploits of their material leaders. അതിൻ്റെ ഒരു വിഷയാവതരണം എന്ന് പറയുന്നത് പലപ്പോഴും ഭരണാധികാരികളുടെ പടയോട്ടങ്ങളുടെ ചരിത്രമായിരുന്നു. ആൻഡ് അഫയേഴ്സ് ഓഫ് ദ കോർട്ട്, അവരുടെ ഭരണകേന്ദ്രങ്ങളുടെ ഒരു ചരിത്രമാണ്. ഓർ ദ കോർട്ട് ഓഫ് ദ സുൽത്താൻസ് ഓഫ് ഡൽഹി ഓർ ദ റീജിയണൽ സ്റ്റേറ്റ്സ്. ഡൽഹി ഭരണാധികാരികളുടെയും അല്ലെങ്കിൽ അവരോട് സപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഭരണകർത്താക്കളുടെയും ഒക്കെ ചരിത്രമാണ് ഈ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ദ സ്റ്റഡി ഓഫ് ന്യൂമിസ്മാറ്റിക് എവിഡൻസ്. ലിറ്റററി എവിഡൻസിനൊപ്പം നമുക്ക് കൂട്ടി വെക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട സോഴ്സുകളാണ് ന്യൂമിസ്മാറ്റിക് എവിഡൻസുകൾ, നാണയത്തിൻ്റെ ശേഖരങ്ങൾ എന്ന് പറയുന്നത്. കാലത്ത് സുൽത്താനറ്റ് പീരീഡിൽ ഇറങ്ങിയിട്ടുള്ള നാണയങ്ങൾ മധ്യകാല ചരിത്രം പഠനത്തിലേക്ക് വലിയ രീതിയിൽ വെളിച്ചം വീശുന്നു എന്നുള്ളതാണ്. And the monuments and representative specimens of the art also helps in the reconstruction of the history of the times, even though such sources are usually of secondary importance, tending to corroborate or confirm the literary evidences during the period. അക്കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ചരിത്ര രചനകളെ, ഗ്രന്ഥങ്ങളെ സാധൂകരിക്കുന്ന രീതിയിൽ ഈ നാണയങ്ങളെയും നിർമ്മിതികളെയും ഈ കലാ വസ്തുതകളെയും ഒക്കെ വാസ്തുശില്പങ്ങളെയും ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അക്കാലത്ത് എഴുതപ്പെട്ടതിന് വിശ്വാസയോഗ്യമാണോ അല്ലയോ എന്ന് അന്വേഷിക്കുന്നതിലേക്ക് നമുക്ക് കൃത്യമായിട്ട് ഈയൊരു രീതി അല്ലെങ്കിൽ ഈയൊരു ഉപദാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ സംഭവവികാസങ്ങളുടെ ആധികാരികത ബോധ്യപ്പെടുമെന്നാണ്. അപ്പോൾ ലിറ്റററി രചനകൾക്കൊപ്പം തന്നെ ഈ ന്യൂമിസ്മാറ്റിക് ആയിട്ടുള്ള മോണുമെൻറ്റ്സ്, എപ്പിഗ്രാഫിക് ആയിട്ടുള്ള ഈ സോഴ്സുകൾ കൂടെ മധ്യകാലഘട്ടത്തിലെ പ്രത്യേകിച്ച് സുൽത്താൻ പീരീഡിൽ നമുക്ക് കാണാൻ പറ്റുന്നു എന്നതാണ്. എനിവേ ഗ്രന്ഥരചനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയിലേക്ക് തന്നെ വരാം. ദ ക്രോണിക്കിൾസ്, ട്രാവലേഴ്സ്, അക്കൗണ്ട്സ് ഓഫ് കോയിൻ, മോണുമെന്റ്സ്, പാലസ്, ഫോർട്ട്സ്, റോയൽ ഫെയർമെന്റ്സ്, ഒഫീഷ്യൽ ഓർഡേഴ്സ്, കോർട്ട് ബുള്ളറ്റിൻ, ഹിസ്റ്റോറിക്കൽ ലെറ്റേഴ്സ്, റിലീജിയസ് ലിറ്ററേച്ചർ, ഇൻസ്ക്രിപ്ഷൻസ് എക്സെട്ര കോൺസ്റ്റിറ്റ്യൂട്ട് സോഴ്സ് നോവിങ് ദ ഹിസ്റ്ററി ഓഫ് ദ പീരീഡ്. ഈ കാലഘട്ടത്തിലെ എഴുത്തുകളാണെങ്കിലും മറ്റു ചരിത്ര ഉപദാനങ്ങളാണെങ്കിലും ആ കാലഘട്ടത്തെ രേഖപ്പെടുത്തുന്നതിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എന്നുള്ളതാണ്. The study of numismatic evidences, monuments and the representative specimens of arts also helps in the reconstructing of the history of the times. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അക്കാലഘട്ടത്തിൻ്റെ ചരിത്ര രൂപീകരണത്തിൽ ഇവ വലിയ കോൺട്രിബ്യൂഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ സെക്കൻഡറി സോഴ്സുകൾ അവിടെ നിൽക്കട്ടെ, നമുക്ക് ലിറ്റററി കോൺട്രിബ്യൂഷൻസിലേക്ക് തന്നെ കൃത്യമായിട്ട് മടങ്ങി വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. Among them, contemporary chronicles have been found most useful. ഇങ്ങനെ നാണയങ്ങളാണെങ്കിലും കലാപരമായിട്ടുള്ള സംവിധാനങ്ങളാണെങ്കിലും ഇൻസ്ക്രിപ്ഷൻസുകളൊക്കെ ആണെങ്കിലും അതൊക്കെ വലിയ ഒരു മുതൽക്കൂടി തന്നെയാണ് മധ്യകാലഘട്ട ചരിത്രത്തിന്. എങ്കിൽ പോലും കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ രചനകൾ അതിലേറെ വലിയ ഉപകാരമാണെന്ന് നമ്മൾ പറയുകയുണ്ടായി. ഈ ശാസ്ത്ര രചനകളുടെ അല്ലെങ്കിൽ ഈ ഒരു ശാസ്ത്ര ഉപദാനങ്ങളുടെ, ചരിത്ര ഉപദാനങ്ങളുടെ മേഖലകളിൽ ഏറ്റവും പ്രധാനം ഈ കണ്ടംപററി ക്രോണിക്കിൾസുകൾ തന്നെയാണ്. ഇറ്റ് ഈസ് പോസിബിൾ ടു ഗാദർ സോ മെനി ഇൻഫർമേഷൻസ് ഫ്രം ദ റൈറ്റിംഗ്സ് ഓഫ് കണ്ടംപററി ക്രോണിക്കിൾസ്. കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് ധാരാളം തെളിവുകൾ മധ്യകാല ചരിത്രത്തെ രേഖപ്പെടുത്തുന്നതിന് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്.
അങ്ങനെ എഴുതപ്പെട്ട ചില ഗ്രന്ഥങ്ങൾ, സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ക്രോണിക്കിൾസ് ആൻഡ് ട്രാവലേഴ്സ് അക്കൗണ്ട്സ് ഓഫ് ദ മിഡീവൽ പീരിയഡ് ആസ് ഫോളോസ്. അങ്ങനെ എഴുതപ്പെട്ട ചില ഗ്രന്ഥങ്ങളെ പറ്റിയിട്ടുള്ള ചെറിയ രീതിയിലുള്ള ഒരു അവലോകനം നമുക്ക് നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. സുൽത്താനത്ത് പീരീഡിൽ എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളുടെ ഒരു ലിസ്റ്റ് ഒറ്റനോട്ടത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ചാച്ച്നാമ ഓദർ അൺനോൺ ആണ്. കുത്തുബി എഴുതിയിട്ടുള്ള കിതാബുൽ യാമിനി, താജുൽ മൊസായി ഹസൻ നിസാമിയുടെ ദ ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ നരേറ്റീവ് വിച്ച് ഡീൽസ് വിത്ത് ദ ബിഗിനിങ് ഓഫ് ദ മുസ്ലിം റോൾ ഇൻ ഇന്ത്യ. ഇസ്ലാമിക എംപയറിന് തുടക്കം കുറിക്കുന്ന ഇന്ത്യയുടെ ചരിത്രം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നു. താരിഖുൽ അൽ-ബറൂനി, തബക്കാത്തുൻ നാസിരി, മിൻഹാജ് സിറാജ്, താരിഖുൽ ഫിറോസ്-ഷാഹി, സിയാദുദ്ദീൻ ബറാനി, അതേപോലെ തന്നെ താരിഖുൽ ഫിറോസാനി, അഫീഫ് തുസൂക്കി തിമൂറിൻ്റെ ബയോഗ്രഫി, അതേപോലെ തന്നെ ഫുതുഹാത്ത് ഫിറോസ്-ഷാഹി, ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ ബയോഗ്രഫി, താരിഖുൽ മുബാറക് ഷാഹി, യഹിയ ബിൻ അഹമ്മദ് സിർഹിന്ദി എഴുതിയിട്ടുള്ള സയ്യിദ് ഡിനാസ്റ്റിയെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ള ഗ്രന്ഥം, അമീർ ഖുസ്രുവിൻ്റെ കവിതകളോ അതല്ലെങ്കിൽ ഗദ്യങ്ങളായിട്ട് തുഗ്ലക്നാമ, ഖസൈനുൽ ഫുതുഹ് ഓർ താരിഖുൽ ഇലാഹി പോലുള്ള ഗ്രന്ഥങ്ങൾ, അതേപോലെ തന്നെ മീർ ഖാന്ദിൻ്റെ റൗസത്ത് സഫ എന്ന് പറയുന്ന ഗ്രന്ഥം, ഖന്ദാമീർ എഴുതിയിട്ടുള്ള ഖുലാസാത്തുൽ അഖ്ബാർ, ദസ്തൂറുൽ ഉസൂറ, ഹബീബസ് സിയാർ പോലുള്ള ഗ്രന്ഥങ്ങൾ, മുസ്ലിം ചരിത്രകാരന്മാർക്കൊപ്പം കൂട്ടി വായിക്കേണ്ട രാജതരംഗിണി, കൽഹാൻ കശ്മീരി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥം, പൃഥ്വിരാജ് രാസോ, അതേപോലെ തന്നെ പത്മാവത് പോലുള്ള ലോക്കൽ ക്രോണിക്കിൾസുകളുടെ ഇതിൻ്റെ കൂടെ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. എല്ലാ ഗ്രന്ഥങ്ങളെയും വിശദമായിട്ട് ചർച്ച ചെയ്യുന്നതിന് ഈ ഒരു അവസരം ഉപയോഗിക്കുന്നില്ല. മധ്യകാലഘട്ടത്തെ രൂപപ്പെടുത്തുന്നതിന്, ചരിത്ര നിർമ്മിതി കണ്ടെത്തുന്നതിന് സഹായകമായിട്ടുള്ള ഈ സോഴ്സുകളെ ഒന്ന് വിശദമായിട്ട് പഠിച്ചെടുക്കുക. പലതും നമുക്ക് ഇന്ന് ഓൺലൈനിൽ അതിൻ്റെ ഒറിജിനൽ ഗ്രന്ഥങ്ങളോ അതല്ലെങ്കിൽ ട്രാൻസ്ലേറ്റഡ് ഗ്രന്ഥങ്ങളോ ലഭ്യമാണ് എന്നുള്ളത് നമുക്ക് വലിയ ഒരു ഉപകാരമാണ് എന്നുള്ളതാണ്. മധ്യകാല ചരിത്രത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ പ്രാഥമികമായിട്ട് എടുത്തു പറയേണ്ട ഒരു ഗ്രന്ഥമാണ് ചാച്ച്നാമ, ഓൾസോ നോൺ ആസ് ഫതഹ്നാമ സിന്ധ്, ഇൻ അറബിക് താരിഖുൽ ഹിന്ദ് വൽ സിന്ധ്. ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ മുസ്ലിം ചരിത്രത്തിൻ്റെ ആദ്യ ഘട്ടത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഫതഹ്നാമ സിന്ധ് ഓർ ചാച്ച്നാമ. It is one of the main historical sources of the history of Sindh in the 7th and 8th century. 7ാം നൂറ്റാണ്ടിലെയും 8ാം നൂറ്റാണ്ടിലെയും ഇന്ത്യയുടെ ചരിത്രം കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നത് ഈ ഗ്രന്ഥം വലിയ സംഭാവന അർപ്പിക്കുന്നു എന്നുള്ളതാണ്. And also this work deals with the history of the indigenous ruling dynasty of Sindh on the eve of the Arab invasion. മുഹമ്മദ് ബിൻ ഖാസിം ഇന്ത്യയിലേക്ക് വരുന്ന കാലഘട്ടത്തിലെ ഇന്ത്യയുടെ ഭരണ സംവിധാനങ്ങളെ പറ്റി കൃത്യമായിട്ട് നമുക്ക് ഈ ഗ്രന്ഥം കാണിച്ചു തരുന്നു എന്നുള്ളതാണ്. All the records were written in Arabic. ഈ ഗ്രന്ഥം എഴുതിയിട്ടുള്ളത് അറബിയിലാണ്. ബട്ട് the author is unknown. എന്നാൽ ആരാണ് ഇത് എഴുതിയത് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. Who was possibly a camp follower of മുഹമ്മദ് ബിൻ ഖാസിം. ഗ്രന്ഥത്തിൻ്റെ രചനാ ശാസ്ത്രമനുസരിച്ച്, രീതി അനുസരിച്ച് കൊണ്ട് അദ്ദേഹം മുഹമ്മദ് ബിൻ ഖാസിമിനൊപ്പം ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള അല്ലെങ്കിൽ മുഹമ്മദ് ബിൻ ഖാസിമിനെ അക്കമ്പനി ചെയ്തിട്ടുള്ള ഏതോ ഒരു പണ്ഡിതനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. later on it was translated into Persian. പിന്നീട് ഈ ഗ്രന്ഥം പേർഷ്യയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതോടുകൂടെ ബൈ മുഹമ്മദ് ബിൻ അബൂബക്കർ കൂഫി. മുഹമ്മദ് ബിൻ അബൂബക്കർ കൂഫി അത് പേർഷ്യയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതോടുകൂടെ ആ ഗ്രന്ഥത്തെ നമുക്ക് പിന്നീടുള്ള ചരിത്ര പഠനങ്ങളിലേക്ക് കൃത്യമായിട്ട് ലഭ്യമായി എന്നുള്ളതാണ്. അത് പേർഷ്യൻ ട്രാൻസ്ലേഷൻ നടക്കുന്നത് ഇൻ ദ ടൈം ഓഫ് നസ്രുദ്ദീൻ ഖുബാച്ച. നസ്രുദ്ദീൻ ഖുബാച്ചയുടെ കാലഘട്ടത്തിലാണ് അതിൻ്റെ ഒരു പേർഷ്യനൈസേഷൻ അല്ലെങ്കിൽ പേർഷ്യൻ ട്രാൻസ്ലേഷൻ വരുന്നത് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നമുക്കതിൻ്റെ ധാരാളം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ് കിട്ടുന്നു എന്നുള്ളതാണ്. ലൈക്ക് ദി ദാവൂദ് പോത്ത് ആൻഡ് ഡോക്ടർ ബലോസിൻ്റെ ഗ്രന്ഥങ്ങളടക്കമുള്ള PDF ഗ്രന്ഥങ്ങൾ നമുക്ക് നേരിട്ട് അവൈലബിൾ ആണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. archives.org, അതുപോലെ തന്നെ ഓപ്പൺ ലൈബ്രറി, കൊളംബിയൻ എഡ്യു ലൈബ്രറി പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് ഈ ഗ്രന്ഥങ്ങളെ ലഭ്യമാവുന്നു എന്നുള്ളത് ഈ ഗ്രന്ഥങ്ങൾ ഇന്നും ചരിത്രത്തിന് പ്രധാനമുണ്ട് അല്ലെങ്കിൽ ചരിത്ര പ്രാധാന്യം സൂക്ഷിക്കുന്നുള്ളതിൻ്റെ തെളിവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്.
ചാച്ചിനാമക്ക് ശേഷം നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടത് നമ്മൾ 1ാം സെമസ്റ്ററിൽ ഹിസ്റ്റോറിയോഗ്രഫി പഠിച്ച അൽബറനിയുടെ താരിഖുൽ ഹിന്ദാണ്. തഹ്ഖീഖുൽ ഹിന്ദ് എന്ന പേരിലും ഈ ഗ്രന്ഥത്തിൻ്റെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അൽബറനിയുടെ ബയോഗ്രഫിയിലേക്ക് നമ്മൾ കൂടുതലായിട്ട് കിടക്കുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഹി വാസ് എ പ്രൊമിനന്റ് ഐഡിയോളജിസ്റ്റ് ആൻഡ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഇന്റലക്ച്വൽ ഇൻ 11th century. Was a theologian, philosopher, mathematician and astronomer. ഒരു ബഹുമുഖ പണ്ഡിതനായിരുന്നു അൽബറൂനി എന്ന് നമുക്കറിയാവുന്നതാണ്. He accompanied Muhammad Ghazni on his expedition to India. മുഹമ്മദ് ഗസ്നിയുടെ കൂടെയാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത്. Then he stayed in India and studied the culture and the language of India, especially the Sanskrit. സംസ്കൃതത്തെ അടിസ്ഥാനപ്പെടുത്തി പഠിച്ചെടുക്കുകയും 16 വർഷത്തോളം ഇന്ത്യയുടെ ജനങ്ങളുടെയും ഒക്കെ സംസ്കാരത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഹിന്ദു ഐഡിയോളജിയെ ഉൾക്കൊണ്ടുകൊണ്ട് ചരിത്രരചന നടത്തിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നുള്ളതാണ്. അതോടൊപ്പം നമുക്ക് കാണാൻ പറ്റുന്നതാണ് സംസ്കൃത ഭാഷ പഠിച്ചെടുത്തുകൊണ്ട് പ്രധാനപ്പെട്ട 2 ഗ്രന്ഥങ്ങൾ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ് എന്നുള്ളത്. എനിവേ ഹിസ് താരിഖുൽ ഹിന്ദ് or an inquiry into India was later translated into Persian. പേർഷ്യൻ ഗ്രന്ഥം സംക്ഷിപ്തിലേക്ക് അത് പിന്നീട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. This book deals with the affairs of India when Sultan Mahmud invaded to India. വിഷയസംബന്ധിയായിട്ട് താരിഖുൽ ഹിന്ദിനെ നമ്മൾ നോക്കിയാൽ മഹ്മൂദ് ഗസ്നിയുടെ ഇന്ത്യൻ ഇൻവേഷൻ്റെ കാലഘട്ടത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഈ ഒരു ഗ്രന്ഥം നമുക്ക് അവസരം നൽകുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ബ്രാഹ്മണിക്കൽ സംസ്കൃതിയെ കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ ഈ ഒരു ഗ്രന്ഥത്തിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ലൈബ്രറിയിലടക്കം ഇതിൻ്റെ മലയാള ട്രാൻസ്ലേഷൻ അടക്കം ലഭ്യമാണ് എന്നുള്ളതാണ് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. The work serves as an important source of information on the socio-religious condition of India during the time of Mahmud Ghazni. ഗസ്നിയുടെ കാലഘട്ടത്തിൽ അതിൻ്റെ സാമൂഹിക മത സംവിധാനങ്ങളെയോ രീതികളെയൊക്കെ പഠിക്കാൻ ഈ ഒരു ഗ്രന്ഥം നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചെറിയ ഒരു വിവരണം നൽകാനുള്ളത്. കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് കിതാബുൽ യാമിനി ഓർ താരിഖി യാമിനി എന്ന് പറയുന്നത്. അബൂ നസർ ബിൻ മുഹമ്മദ് അൽ ജബ്ബാർ അൽ ഉത്ബി എഴുതിയിട്ടുള്ള ഒരു കണ്ടംപററി റൈറ്റിംഗ്. This literature gave us an information about the reign of Subukjin and Mahmud Ghazni up to 1020 AD. 1020 മഹ്മൂദ് ഗസ്നിയും അദ്ദേഹത്തിൻ്റെ പിതാവായിട്ടുള്ള സുബുക്ജിൻ്റെയും കാലഘട്ടത്തെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥമാണ് ഇത് എന്നുള്ളതാണ്. Utbi has not given any details, nor gave us exact date also. കൃത്യമായൊരു സംഭവ വിവരണമാണ് അതല്ലെങ്കിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള വർഷാടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് എന്നൊന്നും പറയുന്നില്ലെങ്കിൽ പോലും this work has been considered as one of the most authentic work of the early life and activities of Mahmud Ghazni. ഗസ്നിയെ മനസ്സിലാക്കുന്നതിന്, ഗസ്നിയുടെ കാലഘട്ടത്തെ മനസ്സിലാക്കുന്നതിന്, ഗസ്നിയുടെ ഇന്ത്യയിലേക്കുള്ള വരവിനെയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കുന്നതിന് ഈ ഗ്രന്ഥം വലിയ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതാണ്. ആ ഗ്രന്ഥം നമുക്ക് archive.org അതിൻ്റെ PDF ലഭ്യമാണ്, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് കൂടെ നമ്മൾ ഈ ഒരു പ്രസൻറ്റേഷനിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ അത് ഉപയോഗിക്കുക എന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊരു ഗ്രന്ഥമാണ് താജുൽ മാസിർ, written by Hasan Nizami, deals primarily with the history of the Qutbuddin Aibak. ഇന്ത്യയിൽ സുൽത്താനറ്റ് ഭരണ സംവിധാനത്തിൽ തുടക്കം കുറിച്ചിട്ടുള്ള സ്ലേവ് ഡൈനാസ്റ്റിയുടെ പ്രമുഖനായിട്ടുള്ള ഭരണാധികാരി ഖുത്ബുദ്ദീൻ ഐബക്കിൻ്റെ കാലഘട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഹസൻ നിസാമി എഴുതിയിട്ടുള്ള താജുൽ മാസിർ എന്ന് പറയുന്നത്. He has migrated to Delhi and joined service under Qutbuddin. അദ്ദേഹം ഡൽഹിയിലേക്ക് വരികയും പിന്നീട് ഖുത്ബുദ്ദീൻ്റെ കൊട്ടാരത്തിലെ ഒരു ഉദ്യോഗസ്ഥനായിട്ട് സേവനം ചെയ്യുകയും ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. This work deals with the invasion of Mahmud Ghori as well as the military exploit of Qutbuddin Aibak.
മുഹമ്മദ് ഘോറിയുടെയും കുത്തുബുദ്ദീൻ ഐബക്കിൻ്റെയും ഒക്കെ ഇന്ത്യയിലേക്കുള്ള സൈനിക മുന്നേറ്റങ്ങളുടെ കൃത്യമായ രേഖപ്പെടുത്തലുകളായിട്ട് നമുക്ക് ഈ ഒരു ഗ്രന്ഥത്തെ കാണാവുന്നതാണ് എന്നുള്ളത്. And it also described the occurrence from 1192 to 1228 and this became an important account of the career and reign of the Qutbuddin Aibak and the early years of the Iltutmish. കുത്തുബുദ്ദീൻ ഐബക്കിൻ്റെയും ഇൽതുത്മിഷിൻ്റെയും ഒക്കെ ആദ്യഘട്ടത്തെ കൃത്യമായിട്ട് ഇൽതുത്മിഷിൻ്റെ ആദ്യ കാലഘട്ടത്തെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്ന 1192 മുതൽ 1228 വരേക്കുള്ള ഒരു കാലഘട്ടത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്ന ഒരു ചരിത്ര ഗ്രന്ഥം. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ദിസ് വർക്ക് വാസ് ദ പ്രൈമറി സോഴ്സ് ഓഫ് ഏർലി ഇയേഴ്സ് ഓഫ് ദി സുൽത്താനറ്റ് പീരീഡ്. സുൽത്താനറ്റ് പീരീഡിൻ്റെ ആദ്യ കാലഘട്ടത്തെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയ ഒരു ആധികാരിക സോഴ്സാണ് താജുൽ മഹാസിർ എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഒഫ്കോഴ്സ് ദീസ് വർക്ക് റിട്ടൺ ഇൻ അറബിക്, കാലഘട്ടത്തിലെ രീതി അനുസരിച്ച് അത് അറബിയിലാണ് എഴുതിയിട്ടുള്ള, ആസ് വെൽ ആസ് ഇൻ പേർഷ്യയിലും അതിൻ്റെ ഒരു കൃതി നമുക്ക് ലഭ്യമാണ്. ബേസിക്കലി ഇറ്റ് ഡീൽസ് വിത്ത് ദ ബിഗിനിങ് ഓഫ് ദ മുസ്ലിം റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മുസ്ലിം ഭരണ സംവിധാനത്തിൻ്റെ തുടക്കത്തെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയ ഒരു ഗ്രന്ഥമാണിത്. ലൈക്ക് അതർ മെഡീവൽ വർക്ക്സ്, this work to serve as an important source of information on medieval Indian history. മറ്റ് ഗ്രന്ഥങ്ങളെ പോലെ തന്നെ ഈ ഗ്രന്ഥവും മധ്യകാല ചരിത്രത്തെ രേഖപ്പെടുത്തുന്നതിന് വലിയ ഒരു സംഭാവനയാണ് നൽകിയിട്ടുള്ളത് എന്ന് പറയേണ്ടി വരും എന്നുള്ളതാണ്. മറ്റൊരു ഗ്രന്ഥമാണ് തബക്കാത്തുൻ നാസിരി. ദിസ് ബുക്ക് ഈസ് എ വൈറ്റൽ സോഴ്സ് ഫോർ ദി ഏർലി ഹിസ്റ്ററി ഓഫ് ദി സുൽത്താനേറ്റ്. സുൽത്താനേറ്റ് പീരീഡിനെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നതിൽ വലിയ സംഭാവന നൽകുന്ന ഒരു ഗ്രന്ഥമാണ് തബക്കാത്തുൻ നാസിരി. ഒഫ്കോഴ്സ് authored by Minhajuddin Siraj was a 13th century exceptional historian. കൃത്യമായ ചരിത്ര സംവിധാനങ്ങളെ, ചരിത്രരേഖകളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ അല്ലെങ്കിൽ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്ന ഒരു പണ്ഡിതനായിരുന്നു മിൻഹാജുദ്ദീൻ സിറാജ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് തബക്കാത്തുൻ നാസിരി. കൃത്യമായിട്ട് ഭരണകൂടത്തെ പഠിച്ചെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് ഈ വർക്ക്ഡ് ആസ് എ ചീഫ് ഖാളി ഇൻ ഡൽഹി അണ്ടർ നസറുദ്ദീൻ മഹ്മൂദ്. നസറുദ്ദീൻ മഹ്മൂദിൻ്റെ കോർട്ടിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഖാളിയായിട്ട് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ ഗ്രന്ഥത്തിന് ഇത്ര ആധികാരികത കൈവരാനുണ്ടായ കാരണം എന്നുള്ളതാണ്. പിന്നീട് തന്നെ ഇംഗ്ലീഷിലേക്ക് റവേദി ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ഈ ഗ്രന്ഥം gave an account of the conquest of Hindustan by the Muhammad of Ghor. ഘോറിയറ്റ്സ് ഹിസ്റ്ററിയെ കൃത്യമായിട്ട് നമ്മളിലേക്ക് എത്തിക്കുന്നതിന് ഈ ഗ്രന്ഥം വലിയ സംഭാവന അർപ്പിക്കുന്നു എന്നുള്ളതാണ്. This work produced an elaborate history of the Islamic world in 23 small but compact volumes of book entitled Tabaqat-i Nasri. 23 ചെറിയ വോളിയങ്ങളിലൂടെ കൃത്യമായിട്ട് ഇന്ത്യയുടെ ചരിത്രത്തെ നമ്മിലേക്ക് അല്ലെങ്കിൽ ഭാവിയിലേക്ക് കാത്തുവെക്കുന്ന ഒരു പ്രധാനപ്പെട്ട വർക്കാണ് തബക്കാത്തുൻ നാസിരി എന്ന് നമുക്ക് പറയേണ്ടി വരും. ഡിയേഴ്സ്, ദിസ് വർക്ക് ഈസ് എ ബ്രീഫ് ആൻഡ് സ്ട്രൈറ്റ് ഫോർവേഡ്. ചുരുങ്ങിയ വാക്കുകളിലൂടെയെങ്കിലും കൃത്യമായിട്ടുള്ള രേഖപ്പെടുത്തലായിട്ട് നമുക്ക് ഈ ഗ്രന്ഥത്തെ പറയാൻ പറ്റും. ഡീൽസ് വിത്ത് ദ ബർത്ത് ഓഫ് ഇസ്ലാം, ദ ഹിസ്റ്ററി ഓഫ് ദ കാലിഫ് ആൻഡ് ദ മുസ്ലിം റൂളേഴ്സ് ഇൻ വേരിയസ് കൺട്രീസ് ആൻഡ് ദ പീരീഡ്സ്. It narrates the story of Muslim in India up to 60s of the 13th century. 13ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പാതി വരേക്കുള്ള ഒരു ചരിത്ര സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് അതോടൊപ്പം ഇസ്ലാമിൻ്റെ ആഗമനം, ഇസ്ലാമിക രൂപീകരണവും പിന്നീട് ഇസ്ലാമിക ഭരണ സംവിധാനങ്ങൾ ലോകത്തിലേക്ക് വ്യാപിക്കുന്നതിന് പറ്റിയിട്ടുള്ള ഒരു രേഖപ്പെടുത്തലായിട്ട് നമുക്ക് ഈ ഒരു ഗ്രന്ഥത്തിൽ കാണാൻ പറ്റുന്നു. It's also an important source for the reconstruction of the history of the foundation of Muslim rule in Bengal. ബംഗാൾ ചരിത്രത്തെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നതിൽ ഈ ഗ്രന്ഥം വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ദ ഹിസ്റ്ററി ഓഫ് ദ ഫസ്റ്റ് 50 years ഓഫ് മുസ്ലിം റൂൾ ഇൻ ബംഗാൾ ഈസ് ഫൗണ്ടഡ് ഓൺലി ഇൻ ദിസ് ടെക്സ്റ്റ്. ഈ ഗ്രന്ഥത്തിലാണ് ഇസ്ലാമിക ഭരണകൂടം ബംഗാളിൽ ഏത് രീതിയിൽ സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളതിനെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ തന്നെ തബക്കാത്തുൻ നാസിരി ഇന്ത്യൻ ചരിത്രത്തിലെ എത്രത്തോളം ആവശ്യകതയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുള്ളൂ. ആ ഗ്രന്ഥത്തിൻ്റെയും ഒറിജിനൽ ട്രാൻസ്ലേറ്റഡ് കോപ്പി നമുക്ക് ലഭ്യമാണ്. അതിൻ്റെ ലിങ്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
മറ്റൊന്നാണ് അമീർ ഖുസ്രുവിൻ്റെ ചരിത്ര രചനകൾ. അദ്ദേഹത്തിൻ്റെ ചരിത്ര ഗ്രന്ഥങ്ങളും ചരിത്ര മസ്നബികളുമൊക്കെ നമ്മൾ ഒന്നാം സെമസ്റ്ററിനകത്ത് പറഞ്ഞു പോയതാണ്. ഖസൈനുൽ ഫുതൂഹ് അല്ലെങ്കിൽ താരീഖ് ഇലാഹിയെ എന്ന് സൂചിപ്പിച്ചു പോകാം. written by Amir Khusro was a contemporary to all sultans of Delhi from Jalaluddin Khilji to Muhammad bin Tughlaq. ജലാലുദ്ദീൻ ഖിൽജി മുതൽ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് വരെയൊക്കെയുള്ള ഭരണാധികാരികളുടെ കൂടെ അല്ലെങ്കിൽ അവരുടെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു ദ പാരറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയുടെ കവി അമീർ ഖുസ്രു. He has to his credit about half a dozen historical works. ഹിസ്റ്റോറിക്കൽ വർക്ക്സ് അദ്ദേഹത്തിൻ്റെതായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുടെ ചരിത്ര രചനയിൽ തൻ്റേതായിട്ടുള്ള ഒരു മേഖല പടുത്തുയർത്തിയ വ്യക്തി അല്ലെങ്കിൽ ചരിത്രകാരനാണ് അമീർ ഖുസ്രു എന്നുള്ളത്. He adorned the court of all the sultans from Balban to Ghiyasuddin Tughlaq as the poet of Lorides. കൊട്ടാര കവിയായിട്ട് അദ്ദേഹം വലിയ സ്വാധീനം കൊട്ടാരത്തിൽ അല്ലെങ്കിൽ ഭരണാധികാരികളിൽ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. He was an eyewitness of the most of the happenings. His narrative work is of great values. അതുകൊണ്ട് തന്നെ കൊട്ടാര സംവിധാനങ്ങൾ ഭരണാധികാരികളുടെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്നുള്ളതിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾക്ക് പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ്. ഒരു നേർസാക്ഷ്യമായിട്ട് നമുക്കത് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട കാവ്യമാണ് തുഗ്ലക്നാമ ഈസ് അനദർ വർക്ക് ഓഫ് ഖുസ്രു. ചരിത്രപരമായിട്ട് വായിക്കപ്പെടേണ്ട ഒരു ഗ്രന്ഥം കൂടെയാണ് അത് എന്നുള്ളത് സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു പോവുകയാണ്. മറ്റൊരു ഗ്രന്ഥമാണ് താരിഖ് ഫിറോസ് ഷാഹി. ഇതേ പേരിൽ മറ്റ് 2 ഗ്രന്ഥങ്ങൾ നമുക്ക് ലഭ്യമാവുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തേത് റിട്ടൺ ബൈ ബറാനി. നമുക്കറിയാവുന്ന പോലെ തന്നെ ദ കണ്ടംപററി ഹിസ്റ്റോറിയൻ ഓഫ് ഏർലി മിഡീവൽ ഇന്ത്യ. ആസ് ആൻ എക്സാക്ട് കണ്ടംപററി ഓഫ് ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. തുഗ്ലക്ക് ഭരണകാലഘട്ടത്തിൽ ജീവിച്ച ഒരു പണ്ഡിതനാണ് അദ്ദേഹം എന്നുള്ളത്. And Barani was famous as the elites of the Delhi Sultanate. ഡൽഹി സുൽത്താനേറ്റ്സിലെ പ്രഭുക്കന്മാരിലെ ഏറ്റവും പ്രധാനിയായിട്ട് ജീവിച്ചൊരു വ്യക്തി കൂടെയാണ് അദ്ദേഹം എന്ന് നമുക്ക് അറിയാവുന്നതാണ്. So dear friends, his work Tarikh Firoz Shahi preserved the history of the Delhi Sultanate for 1 full century. ഏകദേശം ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്രം പറയുന്ന ഗ്രന്ഥമാണ് താരിഖ് ഫിറോസ് ഷാഹി എന്ന് നമുക്ക് കാണാൻ പറ്റുന്നു. ഫ്രം 1250s to 1350s, 1250 മുതൽക്ക് 1350 വരേക്കുള്ള ചരിത്ര ഗ്രന്ഥം അല്ലെങ്കിൽ ചരിത്ര സൂക്ഷിപ്പായിട്ട് ഈ ഗ്രന്ഥത്തെ നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഹിസ് വർക്ക് സ്റ്റാർട്ടഡ് വിത്ത് ബാൽബൻ ആൻഡ് കെയിം ഡൗൺ ടു ദി 6th years ഓഫ് ദ റെയിൻ ഓഫ് ഫിറോസ് ഷാ. ബാൽബൻ്റെ ഭരണകാലത്ത് തുടങ്ങി ഫിറോസ് ഷായുടെ ഭരണകാലത്ത് അവസാനിക്കുന്ന ഒരു രചന കാലഘട്ടമാണ് നമുക്ക് ഈ ഗ്രന്ഥത്തിൻ്റെ രചനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. Anyway, the work was completed in 1359 and this was the most important work of the Khilji period. ഖിൽജി ഭരണകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് 1359 പരിപൂർണമാവുന്ന ഈ ഗ്രന്ഥം എന്നുള്ളത്. The reign of Muhammad and the path of Firoz Tughlaq. ഖിൽജി തുഗ്ലക്ക് പീരീഡുകളിൽ നീണ്ടു കിടക്കുന്ന ഒരു കാലഘട്ടമാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് നമ്മൾ പറയുകയുണ്ടായി. ആ രചന പൂർത്തീകരണത്തിനും ഈ ഒരു കാലഘട്ടം എടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. സോ ഈ ഗ്രന്ഥത്തിലേക്ക് വരികയാണ്. ദ ചീഫ് മെറിറ്റ് ഓഫ് ദീസ് ദാറ്റ് ആസ് ദ ഓതർ ഹെൽഡ് ആൻ ഇമ്പോർട്ടൻറ്റ് പോസ്റ്റ് ഇൻ ദ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്. ഇദ്ദേഹം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ ഹി വാസ് ഫുള്ളി അക്വൈൻറ്റഡ് വിത്ത് ദ റവന്യൂ അഡ്മിനിസ്ട്രേഷൻ. കൃത്യമായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ള ഒരു വ്യക്തി എന്നുള്ളവർക്ക് ആ കാലഘട്ടത്തിലെ ഭരണ സംവിധാനങ്ങളെ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഹി ഹാസ് ബീൻ ഡിസ്ക്രൈബ്ഡ് ഇൻ ഡീറ്റെയിൽസ്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലെ ഭരണ സംവിധാനങ്ങളെ കൃത്യമായിട്ട് അവലോകനം നടത്താൻ ഈ ഗ്രന്ഥത്തിലൂടെ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ്. അത് പറയാനോ ദ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഹിസ്റ്റോറിയൻ. ചരിത്രത്തിൻ്റെ കൃത്യമായിട്ടുള്ള രീതിശാസ്ത്രത്തെ മനസ്സിലാക്കിയൊരു പണ്ഡിതൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഒരു ചരിത്ര രചന എങ്ങനെയായിരിക്കണം എന്നുള്ളത്. ഹി വാസ് നോട്ട് ഫ്രീ ഫ്രം ദി പ്രെജുഡൈസ്. ചില സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ രചനകളിലും നമുക്ക് ചില മുൻവിധികൾ കാണാമെങ്കിലും ചരിത്രത്തെ രേഖപ്പെടുത്തുന്നതിൽ കിട്ടാവുന്ന സോഴ്സുകളിൽ അല്ലെങ്കിൽ കിട്ടിയ സോഴ്സുകളിൽ ആധികാരികമായിട്ട് പറയപ്പെടാവുന്ന ഒരു ഗ്രന്ഥമാണ് താരിഖ് ഫിറോസ് ഷാഹി എന്ന് നമുക്ക് കാണാവുന്നതാണ്. ആസ് എ മെമ്പർ ഓഫ് ദ കോർട്ട്, നോ ഡൗട്ട്സ്
This work is considered to be the first-rate authority on the subject. ഒരു വിവരണം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതിയിട്ടുള്ള ഈ ഒരു ഗ്രന്ഥം തീർച്ചയായിട്ടും മധ്യകാല ചരിത്രത്തിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു ഉപദാനമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. സദർ വർക്ക് ഫത്വായി ജഹാന്താരി, അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ഫത്വായി ജഹാന്താരി. ഇസ് കണ്ടംപററി വോള്യൂം ടു ദ ഏർലിയർ വർക്ക് ആൻഡ് ഇറ്റ് ഡീൽസ് വിത്ത് ദ സബ്ജക്ട് ലൈക്ക് ഫങ്ഷൻസ് ആൻഡ് പവർ ഓഫ് ദ സ്റ്റേറ്റ്, റിലീജിയൻ, പൊളിറ്റിക്സ് എക്സെട്ര. ഒരു ഭരണാധികാരിയും ഭരണ സംവിധാനവും എങ്ങനെയാണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്ന ഒരു ഗ്രന്ഥമാണ് അദ്ദേഹത്തിൻ്റെ ഫത്വായി ജഹാന്താരി എന്ന് ഈ ഒരു ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കണം. മധ്യകാല ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ചോയ്സായിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഗ്രന്ഥങ്ങളെ വായിച്ചെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. താരീഖ് ഫിറോസ് ഷാഹി എന്ന് പറയുന്ന മറ്റൊരു ഗ്രന്ഥം എഴുതിയിട്ടുള്ളത് ശംസി സിറാജ് അഫീഫ് ആണ്. ഡീൽസ് വിത്ത് ദ റൈൻ ഓഫ് ദി ഫിറോസ് ഷാ തുഗ്ലക്ക്. തുഗ്ലക്കിൻ്റെ കാലഘട്ടം തന്നെയാണ് ഇതിനകത്തും നമുക്ക് അതിൻ്റെ സബ്ജക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. അഫീഫ് wrote 3 books on the life history. 3 ബുക്കുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ദ മിലിറ്ററി എക്സ്പെഡിഷൻസ് ആൻഡ് ദ അഡ്മിനിസ്ട്രേറ്റീവ് അച്ചീവ്മെൻറ്റ് ഓഫ് 3 തുഗ്ലക്ക് റൂളേഴ്സ്. 3 ഭരണാധികാരി, തുഗ്ലക്ക് ഭരണാധികാരികളെ പറ്റിയിട്ടുള്ള ഭരണപരമായിട്ടുള്ള സൈനികപരമായിട്ടുള്ള അവരുടെ ജീവിത ചരിത്രപരമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. such as Ghiyazuddin Tughlaq, Muhammad bin Tughlaq and Firoz Shah Tughlaq, which only Tarikh Firoz Shahi has survived. എന്നാൽ ഇന്ന് നമുക്ക് ലഭ്യമാകുന്നത് താരിഖ് ഫിറോസ് ഷാഹി മാത്രമാണ്, മറ്റു ഗ്രന്ഥങ്ങൾ ഇന്ന് ലഭ്യമല്ല എന്നുള്ളതാണ്. Apart from the deals with the activities of the ruler, the book also describes the life and conditions of the people at large, which makes it quite unique and different from other sources. മുന്നേ പറഞ്ഞ സോഴ്സുകളിൽ നിന്ന് ഈ ഒരു ഗ്രന്ഥത്തെ വ്യത്യസ്തമാക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ, കൊട്ടാരത്തിലെ സംവിധാനങ്ങളെ പറ്റിയിട്ടോ ഭരണാധികാരികളെ പറ്റിയിട്ടോ ഭരണ സംവിധാനങ്ങളെയും ഭരണ സൈനിക മുന്നേറ്റങ്ങളെയും പറ്റിയിട്ടോ മാത്രം എഴുതിയിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജനങ്ങളെയും ജനങ്ങളുടെ ജീവിതശൈലിയെയും പറ്റിയിട്ടുള്ള ചില സൂചനകൾ ഈ ഗ്രന്ഥത്തിൽ ലഭ്യമാക്കുന്നുണ്ട്. കോർട്ട് ഹിസ്റ്റോറിയൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു അപരവൽക്കരിക്കപ്പെട്ട ഹിസ്റ്ററിയെ പൊതുജനങ്ങളുടെ ബഹുഭൂരിപക്ഷം വരുന്ന പ്രജകളുടെ ചരിത്രത്തിലേക്കുള്ള ഒരു ചുവടുനോട്ടമായിട്ട് താരിഖ് ഫിറോസ് ഷാഹിയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് താരിഖ് മുബാറക് ഷാഹി ബൈ യഹിയ ബിൻ അഹമ്മദ് ബിൻ അബ്ദുള്ള സിർഹിന്ദി. ഇറ്റ് വാസ് റിട്ടൺ ഇൻ ഒറിജിനലി ഇൻ ടു പേർഷ്യനിലേക്ക് എഴുതപ്പെട്ടുള്ള ഒരു ഗ്രന്ഥം. The book begins with the account of the rise of the kingdom of Gaur in the 12th century under Sultan Bahauddin Shah, the nephew of Sultan Alauddin Chanshah. 12ാം നൂറ്റാണ്ടിലെ ഭരണ സംവിധാനത്തിൻ്റെ ഉയർച്ചയെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് എന്ന് നമുക്കിത് പറയാൻ പറ്റും. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് സയ്യിദ് ഡിനാസ്റ്റി ഡ്യൂറിംഗ് ദ 15th century. അതേപോലെ തന്നെ 15ാം നൂറ്റാണ്ടിൽ സയ്യിദ് ഡിനാസ്റ്റിയെ പറ്റി കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രന്ഥം. 12ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരേക്കുള്ള മധ്യകാല ചരിത്രത്തെ മനസ്സിലാക്കി തരുന്ന ഒരു ഗ്രന്ഥമായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റുന്നതാണ്. ഇറ്റ് സ്ക്രീപ്സ് എ ബ്രീഫ് അക്കൗണ്ട് ഓഫ് ദ ഏർലി സുൽത്താൻ ഓഫ് ഡൽഹി. ഡൽഹിയിലെ ആദ്യ ഭരണാധികാരികളെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു രേഖപ്പെടുത്തലാണ് താരിഖ് മുബാറക് ഷാഹി എന്ന് നമുക്ക് പറയാവുന്നതാണ്. On the basis of its subjectivity, it mainly deals with the military and political activities of the Sayyid rulers. Sayyid ഭരണകൂടത്തെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി. Like other sources, it serves as an important source of information for the medieval Indian history or of the medieval Indian history. medieval ചരിത്ര രേഖകൾക്ക് പ്രധാനപ്പെട്ട ഒരു സംഭാവനയായിട്ട് ഈ ഗ്രന്ഥത്തെ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. Anyway, the present book is translated from the Persian by H. Beveridge. It's regarded as the standard and authoritative translation of the original Persian work. ഇന്ന് നമുക്ക് ബെവറിഡ്ജിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഏകദേശം അതിൻ്റെ ഒറിജിനലിൻ്റെ സത്ത ചേരാത്ത ഒരു ട്രാൻസ്ലേഷനാണ് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. മധ്യകാലഘട്ടത്തിലെ ചരിത്ര ഗ്രന്ഥങ്ങളുടെ ശേഖരങ്ങൾ നോക്കുകയാണെങ്കിൽ നീണ്ടുപോകും. എങ്കിലും പ്രധാനപ്പെട്ട ചില ചരിത്ര ഗ്രന്ഥങ്ങളെ സൂചിപ്പിക്കാതെ നമുക്ക് പോകാൻ സാധിക്കുകയുമില്ല. ഫുതുഹുസ് സലാദീൻ അത്തരമൊരു ഗ്രന്ഥമാണ്. ഖ്വാജ അബ്ദുള്ള മാലിക് ഇസാമി എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥം.
അദ്ദേഹം സ്കോളർ ആൻഡ് എ പോയറ്റ് ഓഫ് ദി 14th century. 14ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നല്ല ഒരു കവിയും ഒരു പണ്ഡിതനും. ദ ഹിസ്റ്റോറിക്കൽ മസ്നവി ഫുതൂഹുസ് സലാത്തീൻ, തൻ്റെ കവിതയായിട്ടുള്ള മസ്നവിയായിട്ടുള്ള ഫുതൂഹുസ് സലാത്തീൻ അദ്ദേഹം എഴുതി എന്നുള്ളതാണ് ചരിത്രപരമായിട്ടുള്ളൊരു കവിത. 1349-50 on the Turkish rule in India from the Ghaznavid Muhammad bin Tughlaq. ഏകദേശം തുർക്കി ഭരണകാലഘട്ടത്തിൻ്റെ തുടക്കം മുതൽക്ക് മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കാലഘട്ടം വരേക്കുള്ള ഒരു വിവരണമാണ് ഈ ഒരു പദ്യത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. The author gives outline of history of sultans of Delhi and proceeds to explain the details in the circumstances which led to the foundation of the ബഹ്മാനി കിങ്ഡം. ഡൽഹി സുൽത്താനേറ്റിലൂടെ പിന്നീട് രൂപപ്പെട്ട ബഹ്മാനി കിങ്ഡം വരേക്കുള്ള ചരിത്ര ശകലങ്ങൾ നമുക്ക് ഈ ഗ്രന്ഥം അല്ലെങ്കിൽ ഈ ഒരു ചരിത്ര ഭാഗങ്ങൾ വായിക്കുമ്പോൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. Anyway, the book is, however, a special merit to the modern historians of early medieval India. മെഡീവൽ ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉപദാനമായിട്ട് ഈ ഗ്രന്ഥത്തെ നമുക്ക് വായിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. And also it is the only contemporary source which record the events of the closing years of the Sultan Nasruddin Mahmud's reign. നസറുദ്ദീൻ മഹ്മൂദിൻ്റെ ഭരണകാലഘട്ടത്തിൻ്റെ അവസാനത്തെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഫുതൂഹുസ് സലാത്തീൻ എന്ന് നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഡിയർ ഫ്രണ്ട്സ്, ഈ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ചില ജീവിത ഗ്രന്ഥങ്ങളെ അല്ലെങ്കിൽ ജീവശാസ്ത്ര ഗ്രന്ഥങ്ങളെ, ബയോഗ്രഫീസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് തുസുക്കി തിമൂരി അല്ലെങ്കിൽ മൽഫൂസാത്തി തിമൂരി എന്ന് പറയുന്ന ഗ്രന്ഥം. അമീർ തിമൂർ who took Delhi by storm in 1398 also left an account of medieval source of information. 1398-99 കാലഘട്ടത്തിൽ ഡൽഹിയിൽ എത്തിയിട്ടുള്ള തിമൂർ അദ്ദേഹത്തിൻ്റെ ഇന്ത്യയിലെ ജീവിതത്തെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രന്ഥമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് ഓൾസോ പ്രൊവൈഡ് സിഗ്നിഫിക്കൻറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഹിസ്റ്ററി ഓഫ് ലേറ്റർ തുഗ്ലക് റൂളേഴ്സ്. പിന്നീട് തുഗ്ലക് ഭരണകൂടത്തിൻ്റെ കൃത്യമായ ഒരു ചരിത്ര രേഖയായിട്ട് നമുക്കിതിൽ കാണാൻ പറ്റുന്നതാണ്. There had been difference of opinion about the authenticity of this book. ഇതിൻ്റെ ആധികാരികതയുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. Anyway, it had been accepted from all quarters that it was a genuine work. ആരാണ് എഴുതിയത് എന്നതിനെ പറ്റിയിട്ടുള്ള ചില സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഓതൻറ്റിസിറ്റിയിൽ വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ അല്ലെങ്കിൽ ചരിത്രകാരന്മാർ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ദ വർക്ക് വാസ് നോട്ട് റിട്ടൺ ബൈ തിമൂർ അല്ല ഇത് എഴുതിയത് എന്ന് പറയപ്പെടുന്നു. ബട്ട് ഹി സൂപ്പർവൈസ്ഡ്, ഹി ഗോട്ട് റിട്ടൺ അണ്ടർ ഹിസ് പേഴ്സണൽ ഡയറക്ഷൻ ആൻഡ് സൂപ്പർവിഷൻ. തൻ്റെ തന്നെ മേൽനോട്ടത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് എന്നും അഭിപ്രായമുണ്ട് എന്നുള്ളതാണ്. Anyway, it said that Tuzuki Timuri was written originally in Chagatai or Turkey language. തുർക്കി ഭാഷയായിട്ടുള്ള ചഗതായിൽ എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണിത്. ഇറ്റ് വാസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പേർഷ്യ ഡ്യൂറിങ് ദി റൈൻ ഓഫ് ഷാജഹാൻ. ഷാജഹാൻ്റെ കാലഘട്ടത്തിലാണ് ഇത് പേർഷ്യൻ ഗ്രന്ഥത്തിലേക്ക് അല്ലെങ്കിൽ ഗ്രന്ഥശേഖരത്തിലേക്ക് കൂട്ടി വെക്കുന്നത് എന്നുള്ളത്. Anyway, the Persian translation during the time Shahjahan done by Abu Talib Husseini. അബു താലിബ് ഹുസൈനിയാണ് ഇത് പേർഷ്യയിലേക്ക് വിവർത്തനം ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബയോഗ്രഫിയായിട്ട് ആ കാലഘട്ടത്തെ മനസ്സിലാക്കുന്നതിന് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ഗ്രന്ഥം എന്നുള്ളവർക്ക്, ഒരു ബയോഗ്രഫിക്കൽ ഗ്രന്ഥം എന്നുള്ളവർക്ക് നമുക്കിതിനെ വായിച്ചെടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ വായിച്ചെടുക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഉപദാനമാണ് ഫുതുഹാത്ത് ഫിറോസ് ഷാഹി എന്ന് പറയുന്നത്. written by Sultan Firoz Shah Tughlaq as his biography, had left a brochure of about 32 pages in his autobiographical writings. 32 പേജുകളുള്ള ചെറിയ ഒരു ഉദ്യമമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹം തുടങ്ങി വെച്ച ഒരു സംരംഭമാണ് ഇത് എന്നുള്ളതാണ്. ദിസ് വർക്ക് ഗിവ് എ ബ്രീഫ് സമ്മറി ഓഫ് ഹിസ് മിലിറ്ററി ക്യാമ്പയിൻസ്. തൻ്റെ തന്നെ ജീവിത രേഖയായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേർ സാക്ഷ്യമായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ സൈനിക മുന്നേറ്റത്തെ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. സം ഓഫ് വിച്ച് ഫെയിൽഡ് ടു പ്രൊഡ്യൂസ് ദി ഡിസൈർഡ് റിസൾട്ട്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമുള്ള വിജയം നേടാൻ സാധിക്കാത്ത ചില സൈനിക മുന്നേറ്റങ്ങളെ നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. ഇറ്റ് ഓൾസോ എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ്
his kingly duties which were based on the religion in India. ഒരു ഭരണാധികാരിക്കുണ്ടാവേണ്ട കരുതൽ, ഭരണപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെ അദ്ദേഹം ഇതിനകത്ത് നിഷ്കർഷിക്കുന്നു എന്നുള്ളതാണ്. ദ ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് മോറൽ ഒബ്ലിഗേഷൻസ്, അത് ഇന്ത്യൻ സംസ്കാരത്തോട് യോജിച്ചുകൊണ്ട് മാനുഷിക പരിഗണനയുള്ള ചില ധാർമ്മികമായിട്ടുള്ള കടമകളിലൂടെ എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് അദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ ചുരുക്കി മറ്റൊരു വിഭാഗമായിട്ടുള്ള ട്രാവലോഗുകളിലൂടെ സുൽത്താനറ്റ് പീരീഡിലെ യാത്രകളെ കൂടെ ഒന്ന് പറയേണ്ടതുണ്ട് എന്നുള്ളതാണ്. A few travelogues of the foreigners who visited India during the early medieval period also throw some light on the political development and socio-cultural history of the time. കാലഘട്ടത്തിലേക്ക് വെളിച്ചം വീശുന്ന ചില സഞ്ചാര സാഹിത്യങ്ങൾ കൂടെ നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവയെ ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട് എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. The description of social life provided by them who visited India enhanced our knowledge for the first. ആ ഗ്രന്ഥങ്ങളിലൂടെ അവർ തന്നിട്ടുള്ള വിവരണങ്ങളിലെ ഇന്ത്യയുടെ ചരിത്രത്തെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. Besides, such people travel for many reasons, such as trade, war, religion, adventure, etc. ചരിത്രം എഴുതാൻ വേണ്ടി മാത്രം വന്നവരാണ് അവർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പല കാരണങ്ങളുണ്ടായിരിക്കാം അവരുടെ സഞ്ചാരത്തിന് വേണ്ടിയിട്ട്. കച്ചവടക്കാരായിട്ട് വന്നവരുണ്ട്, യുദ്ധത്തിന് വേണ്ടിയിട്ട് എക്സ്പെഡിഷൻസിലൂടെ വന്നവരുണ്ട്, മതപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ മുൻനിർത്തി വന്നവരുണ്ട്, സാഹസിക യാത്രകൾ നടത്തിയ ആളുകളുണ്ട്. പിന്നീട് അവരവരുടെ വിവരണങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. Anyway, the travelers who travel to India and provide source of information on medieval Indian history, ഇങ്ങനെ രേഖപ്പെടുത്തിയ ചരിത്ര ഗ്രന്ഥങ്ങളെ മനസ്സിലാക്കിയെടുക്കുമ്പോൾ പരിചയപ്പെടേണ്ട ചില ഗ്രന്ഥങ്ങളെ നമുക്ക് നോക്കാം. അതിലേറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് കിതാബ് റിഹ്ല, an important work of the famous Moorish traveler Ibn Battuta in Arabic. അറബി ഭാഷയിൽ എഴുതിയിട്ടുള്ള ഇബ്നു ബത്തൂത്തയുടെ കിതാബ് റിഹ്ല. He traveled through North Africa, Arabia, Iran and Constantinople. Then he came to India in 1333 AD. 1333 ദീർഘയാത്രയ്ക്ക് ശേഷം അദ്ദേഹം ഇന്ത്യയിലെത്തുന്നു. Then he stayed the land up to 1342. 1342 വരെയൊക്കെ അദ്ദേഹം ഇന്ത്യയിൽ ജീവിക്കുകയും and was appointed by Muhammad ibn Tughlaq, the Qadi of Delhi, for a long 8 years. 8 വർഷത്തോളം ഡൽഹിയിലെ കാളിയായിട്ട് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നതാണ്. But the Sultan later displeased and was dismissed and imprisoned through after some times. He was released and sent to China in 1342. പിന്നീട് സുൽത്താനുമായിട്ടുള്ള ചില തെറ്റിദ്ധാരണകളുടെ ഭാഗമായിട്ട് അദ്ദേഹത്തെ ചൈനയിലേക്ക് നാടുകടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. Anyway, his work is also primary authority on the reign of the Muhammad bin Tughlaq. മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ ഭരണത്തെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥം എന്നുള്ളതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് മധ്യകാല ചരിത്രത്തിലെ ഒരു വലിയ ഉപദാനം തന്നെയാണ്. It's deals the manners, customs and the conditions of India during the Sultanate period. സുൽത്താനറ്റ് പീരീഡ് ഇന്ത്യയുടെ സംസ്കാരത്തെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയ ഒരു ഗ്രന്ഥം. This work, however, suffer from some defects. എല്ലാം ആധികാരികമാണ് എന്ന് പറയപ്പെടാത്ത ചില ഡിഫക്റ്റുകൾ നമുക്ക് ഈ ഗ്രന്ഥത്തിൽ കാണാമെങ്കിലും ഈ കാലഘട്ടത്തെ രേഖപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ ഈ കാലഘട്ടത്തെ രേഖപ്പെടുത്തുന്നതിന് കിതാബ് റിഹ്ല വലിയ സംഭാവന നൽകുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ട്രാൻസ്ലേഷൻസുകൾ നമുക്ക് ലഭ്യമാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. മറ്റ് ചില സഞ്ചാരകൃതികളാണ് അൽ മസൂദി. അദ്ദേഹത്തിൻ്റെ മൊറൂജ് ദഹബിൽ ഇന്ത്യയെ പറ്റിയിട്ടുള്ള ചില എഴുത്തുകൾ, ചില ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇന്ത്യയെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ള മറ്റൊരു സഞ്ചാരിയാണ് അബ്ദുൾ റസാഖ്. who came to India in the 15th century. 15ാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയിലേക്ക് അദ്ദേഹം വരുന്നത്. He was a Persian ambassador and stayed in Deccan region about 2 years. 2 വർഷത്തോളം ഡെക്കാൻ റീജിയനിൽ ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ട് വിജയനഗര ചരിത്രം എഴുതിയിട്ടുള്ള ഒരു മഹാനായിട്ടുള്ള ഒരു ചരിത്രകാരൻ അല്ലെങ്കിൽ ഒരു ട്രാവലറാണ് അബ്ദുൾ റസാഖ് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. In his writing, he left us a valuable information about the Vijayanagar kingdom. മധ്യകാലഘട്ടത്തിലെ ഒരു പ്രാദേശിക ഭരണകൂടമായ വിജയനഗര ഭരണ സംവിധാനത്തെ പറ്റി, ഭരണകൂടത്തെ പറ്റി കൃത്യമായിട്ട് നമുക്ക് വിവരം കിട്ടുന്നത് ഇദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ നിന്നാണ്. Which is considered one of the primary sources of the history of dynasty in medieval period. വിജയനഗര ഭരണത്തെപ്പറ്റി കൃത്യമായിട്ട് രേഖപ്പെടുത്തിയ ഒരു ഗ്രന്ഥമാണ് ഇത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്.
അറബ് ട്രാവലേഴ്സിനെ പോലെ തന്നെ ഇന്ത്യ സഞ്ചരിച്ചിട്ടുള്ള ധാരാളം യൂറോപ്യൻ അല്ലെങ്കിൽ വെസ്റ്റേൺ ട്രാവലേഴ്സിനെ നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊന്ന് സൂചിപ്പിക്കുകയാണ്. among the many travelers of India in the medieval period there were also European travelers. ധാരാളം പാശ്ചാത്യ സഞ്ചാരികൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. whose account of the region served an important source of information. അവരുടെ രേഖപ്പെടുത്തലുകൾ ഇന്നും നമുക്ക് ലഭ്യമാണ്. ആ രേഖപ്പെടുത്തലുകൾ കാലഘട്ടത്തിൽ മധ്യകാലഘട്ടത്തിലെ മുസ്ലിം ഭരണ സംവിധാനത്തെയും ഇന്ത്യയുടെ ചരിത്രത്തെയും ഒക്കെ രേഖപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ചരിത്ര രൂപീകരണത്തിന് വലിയ സംഭാവനയാണ് എന്ന് നമ്മൾ മറക്കാൻ പാടില്ല. Some of the more prominent travelers from Europe were Marco Polo, Nicola Conti, Nikin, and Dirac Barbosa, Domingo Poser, and Pere, etc. പേർ പോലുള്ള നിക്കോളോ കോന്തിയെ പോലുള്ള മാർക്കോ പോലോയെ പോലുള്ള ജെറാർഡ് ബാർബോസയെ പോലുള്ള ഒരുപാട് എഴുത്തുകാർ ഈ കാലഘട്ടത്തിനിടയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു സെഞ്ചുറികളിൽ ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയെ പറ്റിയിട്ട് രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് സോഴ്സുകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുടെ മധ്യകാലഘട്ട ചരിത്രം എന്ന് പറയുന്നത് ചെറിയ ഒരു രേഖപ്പെടുത്തലല്ല. കൃത്യമായിട്ട് ഇന്ത്യൻ ചരിത്രത്തെ പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നേർസാക്ഷ്യമായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ധാരാളം കൃതികൾ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ കണ്ടെത്താൻ പറ്റുന്നു എന്നുള്ളതാണ്. പലതും പേപ്പറുകളിൽ എഴുതപ്പെട്ടതാണ്. ചിലത് ഈ പേപ്പറുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. പേപ്പറുകൾ എഴുതപ്പെട്ടിട്ടുള്ള തഹ്ഖീഖുൽ ഹിന്ദ്, താരിഖുൽ സുഖ്ചീൻ, താരിഖുൽ ഫിറോഷായി, തുഹ്ഫത്തുൻ നുസാഫി, ഗാരിബുൽ അംസാർ, അക്കൗണ്ട് ഓഫ് മാർക്കോ പോളോ, അക്കൗണ്ട് ഓഫ് നിക്കോളോ കോന്തി ഒക്കെ നമുക്ക് പേപ്പർ കണ്ടെത്തിയ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതാണ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, മധ്യകാലഘട്ടത്തിലെ സുൽത്താനേറ്റ് പീരീഡിലെ ഗ്രന്ഥങ്ങളെയാണ് നമ്മൾ ഈ ഒരു ലെക്ചറിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. വിശദമായിട്ട് ചർച്ച ചെയ്യുകയാണെങ്കിൽ നീണ്ട ഒരു ഭാഗമാണിത്. ഒരുപക്ഷെ മധ്യകാല ഇന്ത്യയുടെ സോഴ്സുകളുടെ ഒരു ലഭ്യതയെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രബലതയെ പറ്റിയിട്ടുള്ള ഒരു ബോധം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഈ ഒരു പ്രസൻറ്റേഷനിലൂടെ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുള്ളത്. സുൽത്താനേറ്റ് പീരീഡ് പോലെ തന്നെ വളരെ പ്രധാനമായിട്ടൊരു പീരീഡാണ് മുഗൾ കാലഘട്ടം മധ്യകാല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. മധ്യകാല മുസ്ലിം ഭരണകൂടത്തിൻ്റെ ഈ ഒരു ചരിത്ര പ്രോത്സാഹനങ്ങൾ ഇന്ത്യയുടെ ആധുനിക ഇന്ത്യയുടെ രൂപീകരണ ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ചരിത്ര പാരമ്പര്യത്തിലേക്ക് കൊണ്ടുവരുന്നതിന് എത്രത്തോളം മുതൽക്കൂട്ടായിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. ചരിത്രത്തെ എത്ര തന്നെ തിരുത്തി എഴുതാൻ ആരൊക്കെ ശ്രമിച്ചാലും, ചരിത്രം പൊളിച്ചെഴുതിക്കൊണ്ട് തങ്ങളുടേതാണ് ചരിത്രം എന്ന് സ്ഥാപിക്കാൻ ആരൊക്കെ കപടമുഖമായിട്ട് വന്നാലും ജീവിക്കുന്ന ഈ സാക്ഷ്യങ്ങൾ ഒരിക്കലും മായ്ച്ചു കളയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സൂക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. വ്യത്യസ്ത ഭാഷകളിലേക്ക് പരിവർത്തിച്ചുകൊണ്ട്, വ്യത്യസ്ത ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തുകൊണ്ട്, വ്യത്യസ്ത ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് ലോകം കണ്ടെത്തിയിട്ടുള്ള, പഠിച്ചു മനസ്സിലാക്കിയിട്ടുള്ള ഒരു പാരമ്പര്യത്തിൻ്റെ സൂക്ഷിപ്പുകളാണ് ഈ ഗ്രന്ഥങ്ങൾ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിമർശനാത്മകമായിട്ടും അതേപോലെ തന്നെ ഇതിൻ്റെ ചരിത്രപരമായിട്ടുള്ള വാല്യൂ എന്ത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ ഒരു പഠനത്തെ കൂടുതൽ വ്യാപ്തമാക്കുക. ധാരാളം സോഴ്സുകൾ ഇനിയും നമുക്ക് കണ്ടെത്തേണ്ടതുണ്ടാവാം, അല്ലെങ്കിൽ കണ്ടെത്തിയ സോഴ്സുകളെ പറ്റി ഇനിയും നമുക്ക് പഠിക്കേണ്ടതുണ്ടാവാം. എല്ലാം കൃത്യമായിട്ട് നിങ്ങളുടെ അറിവിലേക്ക് ഭാവിയിൽ നിങ്ങളുടെ മധ്യകാല ഇന്ത്യയുടെ പഠനങ്ങളിലേക്ക് മുതൽക്കൂട്ടാവുന്ന രീതിയിൽ ഈ ഒരു ലെക്ചർ ഉപകരിക്കട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മുടെ ഗ്രൂപ്പുകളിൽ സജീവമാവട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത്രയും നേരം എന്നെ വീക്ഷിച്ച എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കുമുള്ള നന്ദി അറിയിക്കുകയാണ്. ഇറ്റ്സ് മീ യുവർ ടീച്ചർ ഡോക്ടർ ജഫർ അലി. Thank you for your patience. Assalamu alaikum wa rahmatullahi wa barakatuhu.